ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2023 PSC ചോദിച്ച എക്കണോമിക്സ് സാമ്പത്തിക ശാസ്ത്രത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എക്കണോമിക്സ് നമുക്ക് സിലബസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം 5 മാർക്കാണ് അല്ലേ. ഇപ്പോൾ LD ക്ലർക്ക് ആയാലും അല്ലെങ്കിൽ ഡിഗ്രി പ്രിലിമിനറി ഒക്കെ ആയാലും 5 മാർക്കാണ് നമുക്ക് വളരെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ സ്കോർ ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു സബ്ജക്റ്റാണ് എക്കണോമിക്സ്. പഠിച്ചു കഴിഞ്ഞാൽ ഫുൾ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് കൂടിയാണ് എക്കണോമിക്സ്. PSC ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് അനുസരിച്ചിട്ട് വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഏത് സബ്ജക്റ്റ് ആയാലും. അപ്പോൾ അങ്ങനെ ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഈ PYQ സീരീസ് ഓരോ സബ്ജക്റ്റ് ആയിട്ട് ചെയ്തു വരുന്നത്. എന്നത്തെയും പോലെ തന്നെ ക്വസ്റ്റ്യൻസിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും സോഴ്സും അടക്കമുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്നും ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കിയുള്ള സബ്ജക്ട്സിൻ്റെ വീഡിയോസ് കാണാത്തവർ തീർച്ചയായിട്ടും അത് കാണുക. അടുത്ത എക്സാംസിന് നിങ്ങൾ ഏത് എക്സാമിനാണ് പ്രിപ്പയർ ചെയ്യുന്നത് ആ എക്സാമിന് തീർച്ചയായിട്ടും അത് ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഐ എം അലീഷ ആൻഡ് വെൽക്കം ടു അലീസൈസ് ബൈ അലീഷ. നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയായ അന്നപൂർണയെ പറ്റിയുള്ള ശരിയായ പ്രസ്താവനകൾ ഏത് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. സ്വന്തമായി വരുമാനമില്ലാത്ത 65 കഴിഞ്ഞവർക്ക് പ്രയോജനം. മാസം 10 കിലോ അരി സൗജന്യമായി റേഷൻ കട വഴി ലഭിക്കുന്നു. നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനം. നിശ്ചിത അളവിൽ പോഷകാഹാരം ലഭ്യമാക്കുന്നു. അപ്പോൾ അന്നപൂർണയെ പറ്റിയിട്ടുള്ളതാണ് ഇവിടെ ചോദ്യം. ശരിയായതാണ് ചോദ്യം. ചോദ്യം നന്നായിട്ട് വായിക്കുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 1, 2 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 65 കഴിഞ്ഞവർക്ക് പ്രയോജനം, 10 കിലോ സൗജന്യമായിട്ട് അരി വിതരണം. ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, മൺപാത്ര നിർമ്മാണം ഏത് സാമ്പത്തിക മേഖലയിൽ ഉൾപ്പെടുന്നു? ഏത് സാമ്പത്തിക മേഖലയിലാണ്? പ്രാഥമിക മേഖലയിലാണോ, ദ്വിതീയ മേഖലയിലാണോ, അതോ തൃതീയ മേഖലയിലാണോ? തീർച്ചയായിട്ടും മൺപാത്ര നിർമ്മാണം ഉൾപ്പെടുന്നത് ദ്വിതീയ മേഖലയിലാണ് അല്ലേ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ അവിടെ ഡി പ്രാഥമിക മേഖലയിലും ദ്വിതീയ മേഖലയിൽ നിന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊന്ന് അതൊക്കെ കൺഫ്യൂസിങ് ആക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ ഇടുന്നതാണ്. നിർമ്മാണം, കൺസ്ട്രക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ അത് ഏത് മേഖലയിലാണ്? ദ്വിതീയ മേഖലയിലാണ്. പ്രാഥമിക മേഖലയിലാണ് കൃഷി, മത്സ്യബന്ധനം പോലുള്ളവയൊക്കെ വരുന്നത്. ഈ 2 ക്വസ്റ്റ്യൻസിൻ്റെ സോഴ്സ് നമുക്ക് ആദ്യം പരിശോധിക്കാം അല്ലേ. ഇത് 7ാം ക്ലാസ്സുകാരുടെ ടെക്സ്റ്റ് ബുക്കാണ്. 7ാം ക്ലാസ്സുകാരുടെ സോഷ്യൽ സയൻസ് പാഠപുസ്തകം 5ാമത്തെ ചാപ്റ്റർ സാമ്പത്തിക സ്രോതസ്സുകൾ എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ കാണാം. അപ്പോൾ ഇവിടെ വളരെ കൃത്യമായിട്ട് ആദ്യം തന്നെ കൊടുത്തിട്ടുള്ളതാണ് ഈ പ്രാഥമിക മേഖല എന്താണ്, ദ്വിതീയ മേഖല എന്താണ്, തൃതീയ മേഖല എന്താണെന്നുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് എക്സ്പ്ലനേഷൻ ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങളാണ് പ്രാഥമിക മേഖല. ഓക്കെ, അതാണ് പ്രാഥമിക മേഖല. ഇനി കൃഷിക്ക് കൂടുതൽ പ്രാധാന്യമുള്ള കൊണ്ട് കാർഷിക മേഖല എന്നും ഇതറിയപ്പെടുന്നു. പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുവായി ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ, അതാണ് ദ്വിതീയ മേഖല. എസ്പെഷ്യലി കൺസ്ട്രക്ഷൻ എന്നൊക്കെ കൊടുത്താൽ മതി. പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് ദ്വിതീയ മേഖല. വ്യവസായത്തിന് പ്രാധാന്യമുള്ള ഈ മേഖലയെ വ്യാവസായിക മേഖല എന്നും വിളിക്കുന്നു. ആദ്യത്തേൻ്റെ മറ്റൊരു പേരെന്താണ്? കാർഷിക മേഖല. രണ്ടാമത്തേൻ്റെ വ്യാവസായിക മേഖല. ഇനി മൂന്നാമത്തെ എന്താണ്? പ്രാഥമിക ദ്വിതീയ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതും വിതരണം ചെയ്യുന്നതും സേവന മേഖലയിലെ പ്രവർത്തനങ്ങളാണ്. ഇവയ്ക്ക് പുറമെ സേവന മേഖലയിൽ വിദ്യാഭ്യാസം, ഗതാഗതം, ബാങ്കിങ്, IT തുടങ്ങിയവയും ഉൾപ്പെടുന്നു. ഇതാണ് ബേസിക് ആയിട്ട് 3 മേഖലയെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ. ഇനി ഇവിടെ ഒരു ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. പ്രാഥമിക മേഖലയിൽ എന്തൊക്കെയാണ് വരുന്നത്, ദ്വിതീയ മേഖലയിൽ, തൃതീയ മേഖലയിൽ. ഓക്കെ, അപ്പോൾ കൃഷി അനുബന്ധം, വനപരിപാലനം, അതായത് പ്രകൃതിയോട് നേരിട്ട് ബന്ധമുള്ളത്, അങ്ങനെ ആലോചിച്ച് വയ്ക്കുക, തെറ്റരുത്. ദ്വിതീയ മേഖലയിൽ മെയിനായിട്ട് വ്യവസായ മേഖല അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ഒക്കെ വരുമ്പോഴാണ് നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെയാണ് ദ്വിതീയ മേഖലയിൽ. വൈദ്യുതി ഉൽപ്പാദനം, കെട്ടിട നിർമ്മാണം. ഇനി തൃതീയ മേഖലയിൽ ബാക്കിയുള്ള വ്യാപാരം, ഗതാഗതം, ഹോട്ടൽ, വാർത്താവിനിമയം. ഇതിനകത്ത് വേറൊരു സ്പ്ലിറ്റും കൂടിയുണ്ട്. അത് ഡിഗ്രി ലെവൽ എക്സാംസിനൊക്കെ ആണെങ്കിൽ അതും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, ഇനി ഈ സെയിം ചാപ്റ്ററിൽ നിന്ന് തന്നെയാണ് ആദ്യത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത ആദ്യത്തെ ചോദ്യം ചോദിച്ചേക്കുന്നത്. സർക്കാർ പദ്ധതികൾ, അന്നപൂർണ, അന്ത്യോദയ അന്ന യോജന, ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിനകത്ത് വളരെ കൃത്യമായിട്ട് ഇവിടെ ഒരു ഇമേജ് ആയിട്ട് ഒരു ഫ്ലോ ചാർട്ടൊക്കെ പോലെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇവിടെ നമുക്ക് കാണാം സ്വർണ്ണ ജയന്തി, ഷഹാരി റോസ്കർ യോജന, അതുപോലെ അന്നപൂർണ, ഉച്ചഭക്ഷണ പരിപാടി, ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം, അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിലെല്ലാതും ഇനി നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ പല ക്വസ്റ്റ്യൻസിലായിട്ടും ഇതിലെ ബാക്കിയുള്ളതും നമുക്ക് ചോദ്യമായിട്ട് വരുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. ഓക്കെ, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് അതിലൂടെ പറയുന്നത് എന്നുള്ളത് ആലോചിച്ച് വെക്കണം. അപ്പോൾ ഇവിടെ ചോദിച്ചുള്ളത് എന്തായാലും അന്നപൂർണയാണ്. സ്വന്തമായി വരുമാനമില്ലാത്ത അതേ സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ, 65
വയസ്സിന് മേൽ, നമ്മൾ നോർമലി 60 വയസ്സും 65 വയസ്സൊക്കെ തെറ്റിക്കും. സോ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. അന്നപൂർണ്ണയിൽ 65 വയസ്സിന് മേൽ പ്രായമുള്ളവർക്കാണ് 10 കിലോ അരി സൗജന്യമായിട്ട് റേഷൻ കടയിലൂടെ നൽകുന്നു. അപ്പം ഒരുപാട് ഇങ്ങനെ പദ്ധതികൾ പഠിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും കൺഫ്യൂഷൻ ആവരുത്. ചെറിയ കണക്ഷൻസ് ഇട്ടിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. പ്രത്യേക സാമ്പത്തിക മേഖലയെ, അതായത് സ്പെഷ്യൽ എക്കണോമിക് സോൺ ആണ് അല്ലേ പ്രത്യേക സാമ്പത്തിക മേഖല, സെസ് എന്നൊക്കെ വിളിക്കപ്പെടുന്നത്, സംബന്ധിച്ച് ശരിയായത് തിരഞ്ഞെടുക്കുക. പ്രത്യേക സാമ്പത്തിക മേഖല എന്ന ആശയം ചൈനയിൽ നിന്ന് പകർത്തിയതാണ്. ഇത് വിദേശ നിക്ഷേപം ആകർഷിക്കാൻ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ്. 3 വർഷത്തെ പ്രാരംഭ കാലയളവിൽ ഈ മേഖലയിൽ നികുതി നൽകേണ്ടതില്ല. ഇങ്ങനെ 3 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. സോ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇത്. കുറച്ച് വേണമെങ്കിൽ ഒരു ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവരും കേട്ടിട്ടുള്ള ഒരു ഫാക്റ്റ് ആയിരിക്കണം എന്നില്ല. എന്തായാലും ഇതിൻ്റെ ആൻസർ ആദ്യത്തെ 2 സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. 1, 2 മാത്രം ശരി. ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. 3 വർഷത്തെ പ്രാരംഭ കാലയളവിൽ ഈ മേഖലയിൽ നികുതി നൽകേണ്ടതില്ല എന്നുള്ളതല്ല. ഇൻകം ടാക്സിൻ്റെ റൂള് പ്രകാരം ആദ്യത്തെ 5 വർഷ പ്രാരംഭ കാലയളവിലാണ് ഈ മേഖലയിൽ നികുതി നൽകേണ്ടതില്ല എന്ന് വരുന്നത്. പിന്നെ ബേസ്ഡ് ഓൺ കണ്ടീഷൻസ് ഇന്ന പെർസെൻറ്റേജ് ഇളവൊക്കെ ലഭിക്കുന്നതാണ് പ്രത്യേക സാമ്പത്തിക മേഖല. അപ്പോൾ ആദ്യത്തെ 5 വർഷമാണ് ഇൻകം ടാക്സ് ഈ മേഖലയിൽ നൽകേണ്ടതില്ല എന്നുള്ളത്, 3 വർഷമല്ല. അതുകൊണ്ടാണ് ആ സ്റ്റേറ്റ്മെൻറ്റ് അവിടെ തെറ്റായിട്ട് വരുന്നത്. ഇനി ഇത് സാമ്പത്തിക മേഖല എന്ന ആശയം ചൈനയിൽ നിന്ന് പകർത്തിയതാണോ ഇന്ത്യ? നമുക്ക് നോക്കാം അല്ലേ, ആണോ നമുക്ക് നോക്കാം. സോ ഇത് +1 എക്കണോമിക്സിൻ്റെ ടെക്സ്റ്റാണ്. ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് സമഗ്രേന്ന് എങ്ങനെയാണ് മലയാളത്തിലുള്ള NCERT ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്യാമെന്ന്. ഇനി റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണുകയാണെങ്കിൽ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ വീഡിയോയിൽ അതെങ്ങനെയാണ് എടുക്കുന്നതെന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അറിയാത്തവർക്ക് ആ വീഡിയോ റെഫർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവിടെ ഇന്ത്യയുടെ വികസന അനുഭവങ്ങൾ അയൽ രാജ്യങ്ങളുമായി ഒരു താരതമ്യം. ഇപ്പോൾ ഈ ഒരു ചാപ്റ്റർ 10ാമത്തെ ചാപ്റ്റർ +1 എക്കണോമിക്സ് ടെക്സ്റ്റ് ബുക്കിൻ്റെ 10ാമത്തെ ചാപ്റ്ററിലാണ് ഇവിടെ ഇന്ത്യയുടെ ചൈനയും മെയിനായിട്ട് പാകിസ്ഥാനുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വലിയൊരു ചാപ്റ്ററാണ്. ചൈനയും പാകിസ്ഥാനുമായിട്ട് കമ്പയർ ചെയ്തിട്ട് പറയുന്ന ഫാക്റ്റാണിത്. അതായത് നമുക്കിവിടെ നോക്കിയാൽ കാണാനായിട്ട് പറ്റും ചൈനയുമായിട്ട് കമ്പാരിസൺ വരുന്നത് ഇവിടെയാണ്. ഇവിടെ തന്നെ ഇതിൻ്റെ ലാസ്റ്റായിട്ടാണ് ഈ ഒരു പോയിന്റ് പറയുന്നത്. നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. കൂടാതെ വിദേശ നിക്ഷേപകരെ ആകർഷിക്കാൻ പ്രത്യേക സാമ്പത്തിക മേഖലകൾ സ്പെഷ്യൽ ഇക്കണോമിക് സോൺ ആരംഭിക്കുകയും ചെയ്തു. സോ ഇത് ചൈനയിൽ നിന്ന് എന്തൊക്കെയാണ് ഇന്ത്യ ആശയങ്ങൾ കടമെടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ളത് എന്നുള്ളതാണ് ആദ്യത്തെ പാരഗ്രാഫിൽ. ഇതിന് താഴെയായിട്ട് പാകിസ്ഥാനിലത്തെ എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഇൻഫ്ലുവൻസ് ചെയ്തേക്കുന്നത് എന്നുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ +1 ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് ഈ ഒരു ചോദ്യം ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. ശരിയല്ലാത്തത് തിരഞ്ഞെടുക്കുക. അപ്പോൾ ബാങ്കിൻ്റെ കുറേ ബാങ്കുകളുടെയും അത് സ്ഥാപിച്ച വർഷമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ SCERTയിലുള്ളതാണ്. ഇനി ഓരോന്നും പ്രത്യേകം എടുത്ത് കാണിക്കുന്നില്ല, ഒരുമിച്ച് വേണമെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കാണിക്കാം. എന്തായാലും കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 1935 എന്നുള്ളത് കറക്റ്റാണ്. 1982 നബാർഡ്, കൃഷിക്കൊക്കെ വേണ്ടിയിട്ടുള്ള ബാങ്കാണ് അല്ലേ, സ്പെഷ്യലൈസ്ഡ് ബാങ്കാണ് നബാർഡ് എന്ന് പറയുന്നത്. സോ അതും കറക്റ്റായിട്ടുള്ള ആൻസറാണ്. 1982 ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഈ വർഷങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, പല ക്വസ്റ്റ്യൻസിലും റിപ്പീറ്റ് ചെയ്യും. RRB റീജിയണൽ റൂറൽ ബാങ്കിൻ്റെ 1985 എന്നുള്ളത് തെറ്റാണ്. സോ ഓപ്ഷൻ സി ആണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. 1975 10 വർഷം മുന്നേ 1975 RRB എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. SBI 1955 എന്നുള്ളതും കറക്റ്റായിട്ടുള്ളതാണ്. അടുത്ത ചോദ്യം, സർക്കാർ നിയന്ത്രണങ്ങളെ സമ്പൂർണ്ണമായി നിരാകരിക്കുന്ന പുത്തൻ സാമ്പത്തിക നയങ്ങളെ പറയുന്ന പേര്. അപ്പോൾ ഇതേ സ്റ്റേറ്റ്മെൻറ്റ് SCERT ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. എന്താണ്? നവ ഉദാരവൽക്കരണമാണ് അല്ലേ. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഉദാരവൽക്കരണാനന്തരം സ്വകാര്യവൽക്കരണമൊക്കെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ബി ആണ് ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ. അടുത്തത്, നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആര്? അപ്പോൾ ഇത് അപ്ഡേറ്റ് ചെയ്തിട്ട് പോകണം, മാറ്റങ്ങൾ വരുന്നത് കൊണ്ട് ശ്രദ്ധിച്ചിട്ട് പോകണം. സോ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി സുമൻ ബെറി എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത ചോദ്യം, ലോക ബാങ്കിന്റെ മറ്റൊരു പേര് എന്താണ്? IBRD ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. IBRDയുടെ ഫുൾ ഫോം എന്താണ്? ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് എന്നുള്ളതാണ് IBRDയുടെ ഫുൾ ഫോം. വേൾഡ് ബാങ്കിന്റെ മറ്റൊരു പേരാണ്. ബ്രെട്ടൻ വുഡ് ഇരട്ടകൾ എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? വേൾഡ് ബാങ്കും IMF ആണ് അല്ലേ. വേൾഡ് ബാങ്കും IMF ആണ്. ഓക്കെ, അടുത്തത്, താഴെ തന്നിട്ടുള്ള 2 പ്രസ്താവനകളിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കുന്നത്. സോ ഈ ക്വസ്റ്റ്യൻസ് എവിടെ നിന്നാണ് നമുക്ക് നോക്കാം. ആദ്യം സ്റ്റേറ്റ്മെന്റ് നോക്കാം. സ്വാതന്ത്ര്യത്തിന്
മുമ്പുള്ള ഇന്ത്യയുടെ ദാരിദ്ര്യ രേഖയെക്കുറിച്ച് ആദ്യ വിശകലനം നടത്തിയത് ദാദാബായ് നവറോജി ആയിരുന്നു എന്നുള്ളത് കറക്റ്റാണോ? കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ജയിൽ ജീവിത ചെലവ് എന്ന ആശയം ദാദാബായ് നവറോജിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതും കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആണ്. ഓപ്ഷൻ സി, 2 പ്രസ്താവനകളും ശരിയാണ് എന്നുള്ളതാണ് ഇവിടെ കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഇനി ഇതിൻ്റെ നമുക്ക് എവിടെ നിന്നാണ് ഈ ചോദ്യം ചോദിച്ചേക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം. സോ ആസ് യു ക്യാൻ സി, സ്വാതന്ത്ര്യപൂർവ്വ ഭാരതത്തിൽ ദാരിദ്ര്യരേഖ എന്ന ആശയം ഉയർത്തിക്കൊണ്ടുവന്നത് ദാദാബായ് നവറോജിയാണ്. ജയിൽ പുള്ളികളുടെ ആഹാരക്രമത്തിനുള്ള അദ്ദേഹം തിരഞ്ഞെടുക്കുകയും നിലവിലുള്ള വിലകളുടെ അടിസ്ഥാനത്തിൽ ജയിൽ ജീവിത ചെലവ് സൂചിക തയ്യാറാക്കുകയും ചെയ്തു. പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് എക്സ്പ്ലനേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. തടവുകാർക്കിടയിൽ പ്രായപൂർത്തിയവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എങ്ങനെയാണ് അത് കണ്ടക്ട് ചെയ്തത് എന്നുള്ളതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് LD ക്ലർക്കിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഇത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, 10th ലെവൽ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. NCERT വായിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് പിന്നെയും ഇവിടെ എടുത്ത് കാണാനായിട്ട് പറ്റുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ +1 അതേ ടെക്സ്റ്റ് ബുക്ക് തന്നെയാണിതും. അവിടെ നമുക്ക് ദാരിദ്ര്യം എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ പഠിക്കാനുണ്ട്. സോ +1ലും +2ലും എക്കണോമിക്സിൻ്റെ പുസ്തകങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ ഈ +1 ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് ചോദിച്ചേക്കുന്നത്. ഡിഗ്രി ലെവലൊക്കെ ആണെങ്കിൽ നമുക്കിനി +2 ടെക്സ്റ്റ് ബുക്ക് മൈക്രോ എക്കണോമിക്സ്, മാക്രോ എക്കണോമിക്സ് ഒക്കെ ഉണ്ട്. അതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. LD ക്ലർക്കിന് പോകുന്നവർ ഏറ്റവും മിനിമം ഈ ഒരു ബുക്കെങ്കിലും വായിച്ചിരുന്നാൽ നല്ലതായിരിക്കും. ഓക്കെ, ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷൻ ചെയർമാൻ ആരാണ്? പ്ലാനിംഗ് കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ സി ആണ് അല്ലേ, എല്ലാവർക്കും അറിയാവുന്ന ഫാക്ടറാണ്. പ്രധാനമന്ത്രിയാണ്. 1950 മാർച്ച് 15 ഇന്ത്യക്ക് ഒരു ആസൂത്രണ കമ്മീഷൻ ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഫോം ചെയ്യുന്നത് അല്ലേ. 1950 മാർച്ച് 15. പല ക്വസ്റ്റ്യൻസ് ആയിട്ടും വരുന്നുണ്ട്. ആസൂത്രണ കമ്മീഷനും നിതി ആയോഗവും ഒക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഹരിത വിപ്ലവത്തിൻ്റെ ഉപജ്ഞാതാവ് എല്ലാവർക്കും അറിയാം. ഓപ്ഷൻ എ ഡോക്ടർ MS സ്വാമിനാഥൻ എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അടുത്തത്, ഉൽപാദനത്തിന് ഉപയോഗിക്കുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ മനുഷ്യനിർമ്മിത വസ്തുക്കൾ. കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ മനുഷ്യനിർമ്മിത വസ്തുക്കൾ ഏതാണ്? മൂലധനം അഥവാ ക്യാപിറ്റൽ എന്ന് പറയുന്നതാണ് അല്ലേ. ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെയാണ് വരിക? മെയിനായിട്ട് മെഷീൻസ് ഒക്കെ വരും. അടുത്തത്, വ്യാപാര വിനിമയ തന്ത്രങ്ങൾ ഇവയിൽ ഏത് ഘടകവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്നു എന്നുള്ളത് ഇതൊരു അത്ര കണ്ടിട്ടില്ലാത്തൊരു ഫാക്റ്റാണ്. വ്യാപാര നിയന്ത്രണ തന്ത്രങ്ങൾ ഇവയിൽ ഏതു ഘടകവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്നു. ഇതിന് PSC ആൻസർ കൊടുത്തത് ഓപ്ഷൻ എ ആണ്. വിപണനം എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഖാരിഫ് വിളകളിൽ ഉൾപ്പെടാത്തത്. അപ്പോൾ കാർഷിക വിളകൾ നമുക്ക് എക്കണോമിക്സിനകത്തും വരുന്നുണ്ട്, ജിയോഗ്രഫിയുടെ അകത്തും വരുന്നുണ്ട്. അപ്പോൾ ഇത് എക്കണോമിക്സിൽ കാർഷിക വിളകൾ എന്നൊരു പോർഷൻ സിലബസിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് ഈ ചോദ്യം ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, താഴെ പറയുന്നവയിൽ ഖാരിഫ് വിളകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഉൾപ്പെടാത്തത് ആണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. ബാർലിയാണ് ഖാരിഫ് വിളകളിൽ ഉൾപ്പെടാത്തത്. ചോളം, നെല്ല്, പരുത്തിയൊക്കെ ഖാരിഫ് വിളകളിൽ ഉൾപ്പെടുന്നതാണ്. ഖാരിഫ്, റാബി, സെയ്ദ് അല്ലേ. അപ്പം അതിനകത്ത് റാബി വിളകളിൽ ഉൾപ്പെടുന്നതാണ് ബാർലി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സംസ്ഥാന നിയമസഭ പാർലമെന്റിനും ചരക്ക് സേവന നികുതി സംബന്ധിച്ച് നിയമനിർമ്മാണത്തിന് അധികാരം നൽകുന്നത്? GST അഥവാ ചരക്ക് സേവന നികുതി ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട്. ഓപ്ഷൻ സി 101 ഭേദഗതി എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അടുത്തത്, ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ്. പിന്നെയും സെയിം ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചെയ്യാണ് അല്ലേ. ഓപ്ഷൻ എ ഡോക്ടർ MS സ്വാമിനാഥൻ എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. വർഗീസ് കുര്യൻ എന്തായിട്ടാണ്? മലയാളിയായിട്ടുള്ള വർഗീസ് കുര്യൻ എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ധവള വിപ്ലവം അല്ലേ, പാലിൻ്റെ വിപ്ലവമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ് വർഗീസ് കുര്യൻ. ഓക്കെ, അടുത്തത്, 15ാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ ആര്? 15ാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ ഓപ്ഷൻ ബി NK സിംഗ് എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏത്? പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇമ്പോർട്ടൻ്റ് ആണ്, കറക്റ്റാണ്. പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാൻ പ്രധാനമന്ത്രി. ഇതും റിപ്പീറ്റഡ്ലി കണ്ട ഒരു ഏരിയ എന്ന് ചോദിക്കുന്നുണ്ട്. പ്ലാനിംഗ് കമ്മീഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജാനുവരി 1 എന്നുള്ളത് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആണ്. ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ശില്പി PC മെഹലനോബിസ് എന്നുള്ളതും കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. അപ്പോൾ ഇവിടെ മാറിപ്പോകരുത്. ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ, ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്ന് ചോദിച്ചാൽ അതാരാണ്? പിതാവ് എന്ന് ചോദിച്ചാൽ അത് വിശ്വേശ്വരയ്യ ആണ്. പിതാവ് വിശ്വേശ്വരയ്യ ആണ്. ശില്പി
ശില്പിയാണ് അല്ലെങ്കിൽ ആർക്കിടെക്റ്റ് ആണ് PC മഹലനോബിസ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ദേശീയ വരുമാനം ലഭിക്കുന്ന മേഖലകൾ ഏതെല്ലാം? കാർഷിക മേഖല മാത്രം, സേവന മേഖല മാത്രം, വ്യവസായ മേഖലയും കാർഷിക മേഖലയും മൂന്നും എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ടുള്ള ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് അല്ലേ, കാർഷിക വ്യവസായ സേവന മേഖലകളിൽ നിന്നുമാണ്. അടുത്തത് മാനവ സന്തോഷ സൂചിക വികസിപ്പിച്ച രാജ്യം. ഇതൊക്കെ SCERT ടെക്സ്റ്റിൽ ഉള്ള ഫാക്റ്റ് തന്നെയാണ്. ഭൂട്ടാൻ എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വം. സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വം എന്താണ്? ഇതും SCERT വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം. ഓപ്ഷൻ സി എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്തു. കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ സോഴ്സും കൂടെ നമുക്ക് പെട്ടെന്നൊന്ന് നോക്കിയിട്ട് വരാം. സോ ഇത് 10ാം ക്ലാസ്സുകാരുടെ ടെക്സ്റ്റ് ബുക്കാണ്, സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കാണ്. അവിടെ നമുക്ക് 9ാമത്തെ ചാപ്റ്ററായിട്ട് ധനകാര്യ സ്ഥാപനങ്ങളും സേവനങ്ങളും ഇതിനെക്കുറിച്ച് പഠിക്കാനുണ്ട്. ഭാരതീയ റിസർവ് ബാങ്ക് ഒക്കെ ഇവിടെ കാണാം. 1935 സ്ഥാപിതമായി. ഇതിൻ്റെ ആസ്ഥാനം മുംബൈ ആണ്. ഇതൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസിൽ കാണാനായിട്ട് പറ്റും, ഇമ്പോർട്ടൻ്റ് ആണ്. ഭാരതീയ റിസർവ് ബാങ്ക് ധർമ്മങ്ങൾ, നോട്ട് അച്ചടിച്ചിറക്കൽ, വായ്പ നിയന്ത്രിക്കൽ, സർക്കാരിൻ്റെ ബാങ്ക്, ബാങ്കുകളുടെ ബാങ്ക് എന്നുള്ളത്. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ടുള്ളത് ശ്രദ്ധിക്കണം. 1 രൂപ ഒഴിച്ചുള്ള എല്ലാ നോട്ടുകളും അച്ചടിച്ചിറക്കുന്നത് ഭാരതീയ റിസർവ് ബാങ്ക് ആണ്. 1 രൂപയുടെ നോട്ടും അനുബന്ധ നാണയങ്ങളും അടിച്ചിറക്കുന്നത് കേന്ദ്ര ധനകാര്യ വകുപ്പാണ്. ഇത് ചോദിക്കുന്നുണ്ട്, ഇനിയുള്ള ചോദ്യങ്ങളിൽ ഇത് വരും. അപ്പോൾ അത് ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഫാക്റ്റാണ്. അതുപോലെ ഇനി ഓരോന്നും ഞാൻ എടുത്തെടുത്ത് വായിക്കുന്നില്ല, ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇലക്ട്രൽ ബോണ്ട് ഇഷ്യൂവിനെ പറ്റിയിട്ട് അറിഞ്ഞിരിക്കണം അല്ലേ. ഇപ്പം പിന്നെയും ഇലക്ട്രൽ ബോണ്ട് ഇഷ്യൂസൊക്കെ പിന്നെയും റേസ് ചെയ്ത് വരുന്നുള്ളത് കൊണ്ട് ഇന്ത്യയിൽ ഇലക്ട്രൽ ബോണ്ട് ഇഷ്യൂ ചെയ്യാനുള്ളത് അധികാരം ഏത് ബാങ്കിനാണ്? അത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്കാണ്. നമ്മൾ എല്ലാ ചോദ്യത്തിനും RBI ഓപ്റ്റ് ചെയ്യാനുള്ളൊരു ചാൻസ് പലർക്കും ഉണ്ട്, എനിക്കും ഉണ്ടാവാറുണ്ട്. സോ ഇലക്ട്രൽ ബോണ്ട് ഇന്ത്യയിൽ ഉള്ള പെർമിഷൻ, അതിനുള്ള പെർമിഷൻ, ഇഷ്യൂ ചെയ്യാനുള്ള പെർമിഷൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്കാണ്, SBIക്കാണ്. ഇലക്ട്രൽ ബോണ്ട് 2017 വരുന്നത്. അപ്പം ഇപ്പോൾ വാർത്തകളിലെ ഇടയ്ക്ക് നിറഞ്ഞു വന്നത് കൊണ്ട് അത് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്, അതും അറിഞ്ഞിരിക്കുക. ഇനി ബാക്കിയുള്ള ബാങ്കുകളെ കുറിച്ചിട്ടൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇവിടെ നമുക്ക് കാണാം RRB ചോദിച്ചതാണ് അല്ലേ, 1975 സ്ഥാപിച്ച ബാങ്കുകളാണിവ. പിന്നെ PSCക്ക് ഇപ്പോൾ ഒരു ടെൻഡൻസി ഉള്ളത് ഓരോ ബാങ്കിൻ്റെ സവിശേഷത ചോദിച്ചിട്ട് അത് ഏത് ബാങ്കിനെ കുറിച്ചിട്ടാണ് എന്നുള്ളത്, അങ്ങനെയുള്ളൊരു ട്രെൻഡ് PSC ഇപ്പോൾ ഫോളോ ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, ചെറുകിട കർഷകർ, കർഷക തൊഴിലാളികൾ, ചെറുകിട സംരംഭകർ തുടങ്ങിയവർക്ക് വായ്പ നൽകി സഹായിക്കുന്നു. അപ്പോൾ കർഷകർ എന്ന് കാണുമ്പോൾ തന്നെ പലരും നബാർഡ് ഓപ്ഷൻ ഓപ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇതിൻ്റെ ഫീച്ചർ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് SCERT അതേപോലെ സ്റ്റേറ്റ്മെൻറ്റ് PSC ചോദിക്കാറുണ്ട്. ഇതാണ് ചോദിക്കുന്നതെങ്കിൽ ചെറുകിട കർഷകർ, കർഷക തൊഴിലാളികൾ, ചെറുകിട സംരംഭകർ തുടങ്ങിയവർക്ക് വായ്പ നൽകി സഹായിക്കുന്ന ബാങ്ക് ഏതാണ്? അത് 1975 സ്ഥാപിച്ച റീജിയണൽ റൂറൽ ബാങ്ക് ആണ്. അപ്പോൾ ഓരോന്നിൻ്റെയും സവിശേഷത ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കിവിടെ താഴെ നോക്കുകയാണെങ്കിൽ ബാക്കി ഉള്ളതിൻ്റെയും സവിശേഷത ഇവിടെ കൊടുത്തിട്ടുള്ളതായിട്ട് കാണാം. അതായത് കണ്ടോ, ഇവിടെ സവിശേഷ ബാങ്കുകളിനകത്ത് നമുക്ക് ഓരോ ബാങ്കിൻ്റെയും എക്സിം ബാങ്ക്, സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, നബാർഡ്, ഇതിൻ്റെയൊക്കെ പ്രത്യേകത. അപ്പോൾ ഈ ഒരു പോർഷൻ ചോദിച്ചിട്ട് ഇത് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്രാമീണ വികസനത്തിനും കാർഷിക വികസനത്തിനുമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത ബാങ്ക്, ഇങ്ങനെ ചോദിച്ചാലാണ് ഇത് നബാർഡ്. അപ്പോൾ എന്താണ് ചോദിക്കുന്നത് അതിനനുസരിച്ചിട്ട് എഴുതുക. ഗ്രാമീണ വികസനത്തിനായി പ്രവർത്തിക്കുന്ന ബാങ്കുകളുടെ ഏകോപിക്കുന്ന ബാങ്കാണിത്. കൃഷി, കൈത്തൊഴിൽ, ചെറുകിട വ്യവസായം തുടങ്ങിയവയ്ക്ക് സാമ്പത്തിക സഹായം നൽകുന്നു. ഓരോ സ്റ്റേറ്റ്മെൻറ്റും വളരെയധികം വ്യത്യാസം ഉണ്ടാക്കും. കാരണം SCERT ഡയറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റാണ് ഇപ്പോൾ PSC ചോദിക്കാറ്. അതുകൊണ്ട് ശ്രദ്ധിച്ച് പഠിക്കണം എന്താണ് ഇതും RRBയും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളതൊക്കെ. ഓക്കെ, ഇപ്പോൾ ബാക്കി ഒരുപാട് ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്, മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാം ഞാൻ വായിക്കുന്നില്ല. ഇനി ഇവിടെ നമ്മൾ ചോദ്യം കണ്ടത് സഹകരണ ബാങ്കിൻ്റെ പ്രവർത്തന തത്വം എന്തായിരുന്നു എന്നുള്ള ചോദ്യത്തിനെ ബേസ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഇവിടെ എത്തിയല്ലേ. സോ സഹകരണ ബാങ്കുകളിനകത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട് സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം എന്നതാണ് സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വം. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നാണ് ആ ഒരു ചോദ്യം ചോദിച്ചേക്കുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ നികുതി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട ഏതാനും വസ്തുതകൾ താഴെ തന്നിരിക്കുന്നു. ഇവയിൽ ശരിയായ ജോഡികൾ കണ്ടെത്തുക. GST എന്നതിൻ്റെ പൂർണ്ണരൂപം ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്നാണ്, അഥവാ ചരക്ക് സേവന നികുതി. രണ്ടും കറക്റ്റാണ്, ശരിയാണ്. 103ാം ഭരണഘടനാ ഭേദഗതി, അത് തെറ്റാണ് അല്ലേ. നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ കണ്ടു 101ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് നടപ്പാക്കിയത്. 2017 ജൂലൈ 1 കറക്റ്റാണ്. നീതി ആയോഗ് ഏതായിരുന്നു? 2015 ജാനുവരി
ജനുവരി 1. ഇതൊരു പ്രത്യക്ഷ നികുതിയാണ്, അല്ല ഇതൊരു പരോക്ഷ നികുതിയാണ്. സോ ഇവിടെ ശരിയായ ജോഡികളാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ എയും സിയും ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. സോ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, നൽകിയിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ പദ്ധതിയുടെ പേര് കണ്ടെത്തുക. നമ്മൾ നേരത്തെ കാണിച്ച അതേ ടേബിളിൽ നിന്ന് ചോദിച്ചേക്കുന്നതാണ്. നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്കാണ് ഈ പദ്ധതി കൊണ്ടുള്ള പ്രയോജനം. സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു. ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമാണ്. സോ ഇതിൻ്റെ ആൻസർ എന്താണ്? സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗർ യോജന. ഷഹാരി എന്ന് ഹിന്ദിയിൽ പറഞ്ഞാൽ പട്ടണം എന്നുള്ളതാണ് അല്ലേ മീനിങ്. സോ അങ്ങനെ അറിയാവുന്നവർക്ക് അങ്ങനെയും ആൻസർ ചെയ്താം, കാരണം ഇവിടെ നഗരങ്ങളിലത്തെ കാര്യമാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ 1-ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം ഏതാണ്? 1-ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1951 അല്ലേ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. സോ 1950 പ്രത്യേകത എന്താണ്? അവിടെയാണ് ആസൂത്രണ കമ്മീഷൻ. 51 1-ാം പഞ്ചവത്സര പദ്ധതി. ഓക്കെ. സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഇന്ത്യ ഏത് വിധത്തിലുള്ള സമ്പദ് വ്യവസ്ഥയാണ് സ്വീകരിച്ചത്? മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഏത് സംവിധാനത്തിന് പകരമായാണ് 2015 ജാനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്? ആസൂത്രണ കമ്മീഷന് ബദലായിട്ടാണ് അല്ലേ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി പ്രശാന്ത് ചന്ദ്ര മഹലനോബിസ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ പ്രാപ്തമാക്കിയത് ഹരിത വിപ്ലവം. ഓപ്ഷൻ എ. കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തന മേഖല എന്ന് പറയുന്നത് പ്രാഥമിക മേഖല ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആകണമെങ്കിൽ പ്രയാണം ഇന്നലകൾ എന്ന് പറഞ്ഞൊരു ടെലഗ്രാം ചാനലുണ്ട്, ഞാൻ മുന്നേയും പറഞ്ഞിട്ടുള്ളതാണ്. സോ അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ PSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസർക്കും ഒക്കെ അവർ ഓർഡറിൽ ഇടുന്നൊരു ചാനലാണ്. അതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, താല്പര്യമുള്ളവർക്ക് അവിടെ ജോയിൻ ചെയ്യാം. ഓക്കെ. അടുത്തത്, പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത് ഏത്? കൃഷി, മത്സ്യബന്ധനം, ഖനനം ഉൾപ്പെടുന്നു. വ്യവസായമാണ് ഉൾപ്പെടാത്തത്. വ്യവസായ മേഖല എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് ദ്വിതീയ മേഖല തന്നെയാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി 1975 ഇന്ദിരാഗാന്ധി ആരംഭിച്ച പരിപാടിയാണ് 20 പരിപാടി. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്തത്, നെൽകൃഷിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ കാർഷിക വിളകൾ ഉള്ളതുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഇന്ത്യയിലെ മുഖ്യ വിളകളിൽ ഒന്നാണ് നെല്ല്. കറക്റ്റാണല്ലോ. ഒരു ഖാരിഫ് വിളയാണ്, അതും കറക്റ്റാണ്. ഉയർന്ന താപനിലയും ധാരാളം മഴ ലഭിക്കുന്ന ഭാഗങ്ങളിലും കൃഷി ചെയ്യുന്നു. അത് കറക്റ്റാണോ? അതും കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമ്മൾ ആലോചിച്ചാൽ മതി, നമ്മളിപ്പോൾ നെൽകൃഷി ചെയ്യുന്നത് ഇപ്പോൾ ഏത് നാട്ടിലാണ് അവരെ, എന്തായാലും ഇപ്പോൾ കേരളത്തിൻ്റെ കാര്യം ആലോചിച്ചാൽ മതി, നമുക്ക് ഒരുപാട് മഴ ലഭിക്കും അല്ലേ. താപനിലയ്ക്ക് എന്തെങ്കിലും കുറവുണ്ടോ? ഇല്ല, നല്ല ടെമ്പറേച്ചറാണ്. സോ ഉയർന്ന താപനിലയും ധാരാളം മഴ ലഭിക്കുന്ന ഭാഗങ്ങളിൽ കൃഷി ചെയ്യുന്നു എന്നത് കറക്റ്റാണ്. എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് അനുയോജ്യം. എക്കൽ മണ്ണാണോ നെൽകൃഷിക്ക് അനുയോജ്യം? അതും കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ. സോ ഓൾ ഓഫ് ദി എബവ് എന്നുള്ളതാണ് ഇവിടെ കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. സോ ഈ ക്വസ്റ്റിൻ്റെ സിമിലർ ആയിട്ട് ഓരോരോ, ഇപ്പോൾ റബ്ബർ കൃഷിക്ക് എന്തൊക്കെയാണ് അതിൻ്റെ കണ്ടീഷൻസ്, അതുപോലെ ഗോതമ്പ് കൃഷിക്ക് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ SCRTയിൽ കൊടുത്തിട്ടുണ്ട്. ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് PSC ചോദിക്കാറുണ്ട്. അപ്പോൾ അതറിഞ്ഞിട്ട് മനസ്സിലാക്കിയിട്ട് പഠിക്കാം. അടുത്ത ചോദ്യം, 5-ാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1974 മുതൽ 78 വരെയാണ് ഗരീബോ ഹട്ടാവോ പരിപാടി നടപ്പിലാക്കി ഇന്ത്യൻ നാഷണൽ ഹൈവേ സംവിധാനം ആരംഭിച്ചു. ഇതെല്ലാം കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നാഷണൽ ഹൈവേ ആക്ട് പാസ്സാക്കുന്നത് 1956 നാഷണൽ ഹൈവേ ആക്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് 1956. ഇവിടെ ഇന്ത്യൻ നാഷണൽ ഹൈവേ സിസ്റ്റം അല്ലെങ്കിൽ സംവിധാനമാണ് കൊടുത്തിരിക്കുന്നത്. അതാണ് 5-ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്ത് നടപ്പിലാക്കിയത്. ഇനി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ, NHAI, നാഷണൽ ഹൈവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്നാണ്? അത് 1988. അപ്പോൾ കൺഫ്യൂഷൻ വേണ്ട, കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. ഓക്കെ. ഇനി 1991 സാമ്പത്തിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ പേപ്പർ ആയാലും LD ക്ലർക്ക് പോലുള്ള മെയിൻ എക്സാമിനൊക്കെ ആയാലും ചോദിക്കുന്ന ഒരു ഏരിയയാണ് ഇപ്പോൾ ഈ ഒരു ഏരിയ. അപ്പോൾ ഇതിൻ്റെ സോഴ്സ് NCERT ആണ്, ഞാൻ കാണിച്ചു തരാം. എന്തായാലും ഇതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം.
ഈ നയങ്ങളെ സ്ഥിരീകരണ നടപടികൾ, ഘടനാപരമായ പരിഷ്കരണ നടപടികൾ എന്നിങ്ങനെ 2 ഗ്രൂപ്പുകളായി തരംതിരിക്കാം. അത് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. സാമ്പത്തിക സ്ഥിരത കൈവരിക്കുന്നതിനുള്ള ഹ്രസ്വകാല നടപടികളാണ് സ്ഥിരീകരണ നടപടികൾ. സ്ഥിരീകരണ നടപടികൾ ഹ്രസ്വകാല നടപടിയാണ് എന്നുള്ളത് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണോ? ആണ്, അത് കറക്റ്റാണ്. ഉദാരീകരണത്തിൻ്റെ ഭാഗമായി എല്ലാത്തരം വ്യവസായങ്ങളുടെയും ലൈസൻസിങ് സമ്പ്രദായം അവസാനിപ്പിച്ചു. സോ അത് അവിടെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. എല്ലാത്തരം വ്യവസായങ്ങളുടെയും ലൈസൻസിങ് സമ്പ്രദായം അവസാനിപ്പിച്ചില്ല. ലൈസൻസിങ് കുറച്ചു എന്നുണ്ടെങ്കിലും കുറച്ച് കണ്ടീഷൻസ് അവിടെ ഉണ്ടായിരുന്നു. സോ ആ സ്റ്റേറ്റ്മെൻറ്റ് അവിടെ തെറ്റാണ്. 1ഉം 2ഉമാണ് ഇവിടെ കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. 1, 2 ശരിയാണ്, 3 ശരിയല്ല എന്നുള്ളതാണ് ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഈ ഒരു ഏരിയ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് NCERT ആണ് ഇതിൻ്റെ സോഴ്സ്. നമുക്ക് നോക്കാം. സോ ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും, സെയിം ടെക്സ്റ്റ് ബുക്കാണ്. ഇവിടെ ചാപ്റ്റർ ഏതാണെന്ന് നമുക്ക് നോക്കാം. ചാപ്റ്റർ 3 ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം, ഒരു വിലയിരുത്തൽ. അപ്പോൾ ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ്, നമ്മളിപ്പോൾ പറഞ്ഞതിൽ തന്നെ റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണിത്. എന്തായാലും ഈ ഒരു ചാപ്റ്റർ വായിച്ചിരിക്കണം. ഇനിയുള്ള എക്സാംസിന് ചോദിക്കാൻ വളരെയധികം ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം, ഈ നയങ്ങളെ പൊതുവെ 2ആയി തരംതിരിക്കാം. സുസ്ഥിരമാക്കൽ നടപടികൾ, അതല്ലെങ്കിൽ സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ്. ഘടനാപരമായ പരിഷ്കാരങ്ങൾ അല്ലെങ്കിൽ സ്ട്രക്ചറൽ റിഫോം മെഷേഴ്സ്. സുസ്ഥിരമാക്കൽ നടപടികൾ ഹ്രസ്വകാല നടപടികളാണ്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക? സ്റ്റെബിലൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു ടെമ്പററി ആയിട്ടുള്ള കാര്യമാണല്ലോ. ഓൾറെഡി അലമ്പായിക്ക് എടുക്കുകയാണ് അല്ലേ, നമ്മുടെ സാമ്പത്തികമൊക്കെ ആകെ തകർന്ന് അങ്ങനെ ഒരു അവസ്ഥയിലാണ് ന്യൂ എക്കണോമിക് പോളിസി അല്ലെങ്കിൽ പുത്തൻ സാമ്പത്തിക നയം ഇന്ത്യ സ്വീകരിക്കുന്നത് 1991 സമയത്തൊക്കെ അല്ലേ. അപ്പം ആദ്യം എന്താണ് ചെയ്യണത്? ഉള്ളതിനൊന്ന് ബാലൻസ് ചെയ്യണം. അതായത് ഉള്ളതിനൊന്ന് സ്ഥിരമാക്കണം. എന്നിട്ട് വേണം സ്ട്രക്ചറലായിട്ട് കുറച്ചും കൂടെ കാലത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ബാക്കിയുള്ള പരിപാടി ആസൂത്രണം ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവില്ല. സ്റ്റെബിലൈസേഷൻ അല്ലെങ്കിൽ സുസ്ഥിരമാക്കൽ എന്ന് പറയുന്നത് ഷോർട്ട് ടേം ആണ്, ഹ്രസ്വകാല നടപടിയാണ്. ആദ്യം ഉള്ളതിനെ സുസ്ഥിരമാക്കി, എന്നിട്ടാണ് ഘടനാപരമായ പരിഷ്കാരങ്ങൾ, ഫ്യൂച്ചറിനെ കൂടെ കൺസിഡർ ചെയ്തുകൊണ്ട് സ്ട്രക്ചറൽ റിഫോം മെഷേഴ്സ് എന്ന് പറയുമ്പോൾ അത് ദീർഘകാലമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം, സുസ്ഥിരമാക്കൽ നടപടികൾ ഹ്രസ്വകാല നടപടികളാണ്. അടവ് ശിഷ്ടത്തിലെ കമ്മി പരിഹരിക്കുന്നതിനും പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിനുമാണ് ഈ നടപടികൾ ലക്ഷ്യം വെച്ചത്. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്ന് ചോദ്യം കാണാനായിട്ട് പറ്റും. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ആവശ്യമായ വിദേശ നാണ്യശേഖരം നിലനിർത്തുക, വിലക്കയറ്റം നിയന്ത്രണ വിധേയമാക്കുക എന്നൊക്കെയാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മറിച്ച് ഘടനാപരമായ പരിഷ്കാര നയങ്ങൾ ദീർഘകാല നടപടികളാണ്. സമ്പദ് വ്യവസ്ഥയുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുക, വിവിധ മേഖലകളിലെ തടസ്സങ്ങൾ ഒഴിവാക്കി സമ്പദ് വ്യവസ്ഥയുടെ അന്താരാഷ്ട്ര മത്സരക്ഷമത വർദ്ധിപ്പിക്കുക എന്നിവയൊക്കെയാണ് ഇതുകൊണ്ട് ലക്ഷ്യമിട്ടത്. ഇതെല്ലാം ഈ പറയുന്ന എല്ലാ ഫാക്റ്റും വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. ഡിഗ്രി പ്രിലിമിനറിക്ക് പ്രിപ്പയർ ചെയ്യുന്നവരും LDCക്ക് പ്രിപ്പയർ ചെയ്യുന്നവരും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഓക്കെ, ഇതിൻ്റെ ഭാഗമായിട്ടാണ് LPG എന്ന് പറഞ്ഞിട്ട് 3 നയങ്ങളെ കൊണ്ടുവരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണെന്നുള്ളതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നമുക്ക് ലൈസൻസിങ്ങിനെ പറ്റിയിട്ട് എവിടെയാണ് വരുന്നത് നോക്കാം. ഡീറെഗുലേഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ സെക്ടർ, വ്യവസായ മേഖലയിലെ നിയന്ത്രണം മാറ്റൽ. അപ്പം ഇവിടെ കൊടുത്തിട്ടുണ്ട് വ്യാവസായിക ആവശ്യത്തിനുള്ള സ്ഫോടക വസ്തുക്കൾ, ഇലക്ട്രോണിക്സ്, വിമാന നിർമ്മാണ വ്യവസായം, ഔഷധ നിർമ്മാണ വ്യവസായം എന്നിവ ഒഴികെയുള്ള മറ്റെല്ലാ വ്യവസായ ഉൽപ്പന്നങ്ങൾക്കും അനുമതി പത്ര സംവിധാനം, അതിൻ്റെ ഇംഗ്ലീഷാണ് ഈ ലൈസൻസിങ്, ഒഴിവാക്കി. ഓക്കെ, രാജ്യരക്ഷാ ഉപകരണങ്ങളുടെ നിർമ്മാണം, ആണവ ഊർജ്ജ ഉൽപ്പാദനം, റെയിൽ ഗതാഗതം എന്നീ വ്യവസായങ്ങൾ മാത്രമാണ് പൊതുമേഖലയ്ക്കായി സംവരണം ചെയ്തത്. സോ ഈ ചാപ്റ്റർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ അടുത്ത് നടക്കുന്ന PSCയുടെ എല്ലാ എക്സാമിനും എക്കണോമിക്സിന് ഈ ഒരു പോർഷന് ചോദ്യം ചോദിക്കാറുണ്ട്. ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചാൽ അടുത്ത എക്സാമിന് അത് ഉപകരിക്കും. ഓക്കെ, അടുത്ത ചോദ്യം, താഴെ പറയുന്ന ജോഡികളിൽ ശരിയല്ലാത്തത് ഏത്? ശരിയല്ലാത്തത് ആണ് ചോദിച്ചേക്കുന്നത്. ബാങ്കുകളുടെ ബാങ്ക് RBI കറക്റ്റാണ്. വാണിജ്യ ബാങ്ക് SBI, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കറക്റ്റാണ്. പുതുതലമുറ ബാങ്ക് ICICI കറക്റ്റാണ്. സഹകരണ ബാങ്ക് LIC എന്ന് പറയുമ്പോൾ നോൺ ബാങ്കിങ് ആണ് അല്ലേ, ഇൻഷുറൻസിൻ്റെ അവിടെ വരുന്നതാണ് LIC. സോ അതാണ് ഇവിടെ തെറ്റ്. ഓപ്ഷൻ D ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ലിസ്റ്റ് 1 നൽകിയിരിക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ ലിസ്റ്റ് 2 ഏതു വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ശരി, ഇത് കണ്ടോ, ഈ ഒരു ഏരിയ എന്നൊക്കെ റിപ്പീറ്റഡ്ലി ചോദിക്കുന്നുണ്ട്. വളരെ സിമ്പിളാണ്, നമുക്ക് പഠിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ. സോ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതാണ്? നിർമ്മാണ പ്രവർത്തനം എന്ന് പറയുമ്പോൾ നമ്മൾ ഏതാണ്? ദ്വിതീയ മേഖലയാണ് അല്ലേ. സോ 3B ആണ്. അപ്പോൾ തന്നെ Cയും Dയും ഉണ്ട്. ബാക്കി നോക്കാം.
ഗതാഗതം എന്ന് പറയുമ്പോൾ അത് തൃതീയ മേഖലയാണ്. 1 സി ആണ്. സോ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. മത്സ്യബന്ധനം എന്ന് പറയുമ്പോൾ അത് ആദ്യത്തെ പ്രാഥമിക മേഖലയാണ്. നീതി ആയോഗിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തി എഴുതുക. 2015 ജാനുവരി മാസം 1-ാം തീയതി രൂപീകൃതമായി. റിപ്പീറ്റഡ്ലി കണ്ടോ, നീതി ആയോഗ് ഇമ്പോർട്ടൻ്റ് ആണ്. നീതി ആയോഗ് ഒരു ഭരണഘടനാ സ്ഥാപനമാണ്, ഭരണഘടനാ സ്ഥാപനം അല്ല. തെറ്റാണ്. ശരിയല്ലാത്തത് അതാണ് ഭരണഘടന. ഇനി GST കൗൺസിൽ ചോദിച്ചാലോ, GST കൗൺസിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണോ? അത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്, നീതി ആയോഗ് അല്ല. ഗ്രാമീണ തലം മുതൽ വിശ്വാസയോഗ്യമായ പദ്ധതികൾ രൂപീകരിക്കുന്നതിനുള്ള സംവിധാനം വികസിപ്പിക്കുക എന്നത് പ്രധാന ഉദ്ദേശമാണ്. സഹകരണ ഫെഡറലിസം വളർത്തിയെടുക്കുക എന്നൊരു മറ്റൊരു ഉദ്ദേശമാണ്. 2024 PSCയുടെ ചോദ്യപേപ്പറിൽ നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങൾ കണ്ടുവരുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്. ഒഫീഷ്യൽ സൈറ്റ് തന്നെ റെഫർ ചെയ്തിട്ട് പഠിക്കുക. പണനയ കമ്മിറ്റി തീരുമാനപ്രകാരം താഴെ പറയുന്ന പണനയ ഉപാധികളിൽ ഏറ്റവും ഉയർന്ന നിരക്ക് ഏതിനാണ്? ഈ ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. അടുത്ത ചോദ്യം, 1991 സാമ്പത്തിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾക്ക് ഇന്ത്യൻ ധനകാര്യ വിപണിയിൽ നിക്ഷേപം നടത്താൻ അനുവദിച്ചു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള സാമ്പത്തിക പരിഷ്കരണ ചാപ്റ്റർ ഉണ്ടല്ലോ, അവിടെ നിന്നാണ് ഈ ചോദ്യമൊക്കെ കറക്റ്റായിട്ട് ചോദിച്ചേക്കുന്നത്. ഇറക്കുമതി നികുതിയിൽ കുറവ് വരുത്തി. ഇറക്കുമതിക്കുള്ള ലൈസൻസിങ് നടപടിക്രമങ്ങൾ ഒഴിവാക്കി. ഇറക്കുമതിക്കുള്ള ലൈസൻസിങ് നടപടിക്രമങ്ങൾ ഒഴിവാക്കി. ഇവിടെ എല്ലാ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് ആണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, 2021-22 സാമ്പത്തിക സർവേ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ GDPയിലേക്ക് വിവിധ മേഖലകൾ നൽകുന്ന സംഭാവനകളെക്കുറിച്ചുള്ള പ്രസ്താവനകൾ ശരിയായത് ഏവ? അപ്പോൾ ഈ സാമ്പത്തിക സർവേ റിപ്പോർട്ട് ബഡ്ജറ്റ് ഒക്കെ എക്കണോമിക്സ് ആയിട്ട് റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ കറണ്ട് അഫെയറുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് സാമ്പത്തിക ശാസ്ത്രത്തിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യമാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കിയിട്ട് വേണം പോകാൻ. എസ്പെഷ്യലി ബഡ്ജറ്റ്. തൃതീയ മേഖലയിൽ 50% കൂടുതൽ ബഡ്ജറ്റ് സംഭാവന നൽകുന്നു. അത് കറക്റ്റാണ്. ഇവിടെ 2021-22 ആണ് കേട്ടോ ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇനി 22-23 നമ്മൾ നോക്കിയിട്ട് വേണം പോകാൻ. ദ്വിതീയ മേഖലയുടെ സംഭാവന 30% കുറവാണ്. അതും കറക്റ്റാണ്. ഏറ്റവും കുറവ് സംഭാവന ചെയ്യുന്നത് പ്രാഥമിക മേഖലയാണ്. അതും കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. പ്രസ്താവന എല്ലാം ശരിയാണ് എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ചുള്ള പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തി എഴുതുക. സംസ്ഥാനങ്ങളുടെ സജീവ പങ്കാളിത്തത്തോടെ ദേശീയ വികസന മുൻഗണനകൾ, തന്ത്രങ്ങൾ എന്നിവ സംബന്ധിച്ച കാഴ്ചപ്പാടുകൾ വികസിപ്പിക്കുക. സംസ്ഥാനങ്ങളുമായ ഘടനാപരമായ പിന്തുണ സംവിധാനങ്ങളിലൂടെ സഹകരണ ഫെഡറലിസം. റിപ്പീറ്റ് ചെയ്യുന്ന കണ്ടോ പോയിന്റ് കറക്റ്റാണ്. സാമ്പത്തിക പുരോഗതിയിൽ നിന്ന് വേണ്ടത്ര പ്രയോജനം ലഭിക്കാത്ത സമൂഹത്തിലെ വിഭാഗങ്ങൾക്ക് പ്രത്യേക ശ്രദ്ധ നൽകുക. എല്ലാം കറക്റ്റാണ്. എല്ലാം ശരിയാണ് എന്നുള്ളതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് നീതി ആയോഗിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ജസ്റ്റ് ഒന്ന് നോക്കാം. സോ ഇതാണ് നീതി ആയോഗിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. നീതി ആയോഗ് എന്ന് ചുമ്മാ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. നമുക്കിവിടെ ലക്ഷ്യങ്ങൾ ഇവിടെ ചൂസ് ചെയ്യാം. എന്നിട്ട് ഇവിടെ ലക്ഷ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് SCERT ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ PSC അതിന് പുറമേ ആയിട്ട് ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് ചോദിക്കാറുണ്ട്. ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ ഇതിലത്തെ ഓരോ പോയിന്റും വളരെ ശ്രദ്ധിച്ച് വായിക്കണം. ഇവിടെ പേരൊക്കെ മാറ്റി സംസ്ഥാനങ്ങളുടെ നിന്ന് മാറ്റിയിട്ട് ഗ്രാമങ്ങളുടെ അല്ലെങ്കിൽ ഗ്രാമങ്ങളുടെ മാറ്റി സംസ്ഥാനങ്ങളുടെ അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട്. ഒരു ഡിഗ്രി ലെവൽ എക്സാമിന് ചോദിച്ച ഒരു ചോദ്യത്തിൻ്റെ ട്വിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു പോയിന്റ് കാണാം. ഇതൊക്കെയാണ് ലക്ഷ്യങ്ങൾ. ഈ നമ്മളിപ്പോൾ തന്നെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസിൽ ഈ പോയിന്റ് ഒക്കെ ഉണ്ട് അല്ലേ. സംസ്ഥാനങ്ങളുടെ സജീവമായ പങ്കാളിത്തത്തോടെ ദേശീയ വികസന മുൻഗണനകൾ, മേഖലകൾ, കാഴ്ചപ്പാട്, പിന്നെ സംസ്ഥാനങ്ങളുമായി ഘടനാപര പിന്തുണ സംരംഭങ്ങളുടെയും സഹകരണ ഫെഡറലിസം, ദേശീയ സുരക്ഷയുടെ താല്പര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് മേഖലകളിൽ ഉറപ്പാക്കാൻ, പിന്നെ പ്രയോജനം ലഭിക്കാത്ത നമ്മുടെ സമൂഹത്തിലെ വിഭാഗങ്ങൾക്ക് പ്രത്യേക ശ്രദ്ധ നൽകുക. ഓക്കെ, തന്ത്രപരം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതി. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചത് ഇവിടെ നമുക്ക് നോക്കുക. ഗ്രാമതലത്തിൽ കണ്ടോ, ഗ്രാമതലത്തിൽ വിശ്വസനീയമായ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ വികസിപ്പിക്കുകയും, ഇങ്ങനെ ഒരു പോയിന്റ്. അപ്പോൾ ഇവിടുത്തെ ഈ ഗ്രാമതലത്തിൽ മാറ്റിയിട്ട് അത് സെൻട്രൽ ലെവലിൽ നിന്ന് കൊടുത്തു ഒരു എക്സാമിന്. നമ്മളത് ശ്രദ്ധിക്കില്ല ചിലപ്പോൾ. ലക്ഷ്യങ്ങളൊക്കെ നമ്മൾ വായിച്ചിട്ട് പോയിട്ടുള്ള ഒരാളാണെങ്കിൽ കൂടി ഓരോ പോയിന്റും മനസ്സിലാക്കിയിട്ട് പഠിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം എന്തായാലും. സോ ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ കാണുകയാണെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ ആ ഒരു ട്വിസ്റ്റ് ഉണ്ടല്ലോ നീതി ആയോഗിൻ്റെ, ആ ക്വസ്റ്റ്യനൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മുഴുവൻ കാണാനായിട്ട് ശ്രമിക്കുക. ഈ വീഡിയോ തീർച്ചയായിട്ടും ലെങ്തി വീഡിയോ ആയിരിക്കും. കാരണം പക്ഷേ ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവുമെന്ന് മനസ്സിലാക്കിയിട്ട് ഇടയ്ക്ക് ബ്രേക്കൊക്കെ എടുത്ത് മുഴുവൻ കണ്ട് തീർക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ഇന്ത്യൻ ആസൂത്രണ കമ്മീഷനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ. റിപ്പീറ്റ് ചെയ്യുന്നു. 1950 മാർച്ച് 15 കറക്റ്റാണ്. ഭരണഘടനാ സ്ഥാപനം ആയിരുന്നു. ആസൂത്രണ കമ്മീഷൻ അല്ല. ആസൂത്രണ കമ്മീഷൻ, നീതി ആയോഗ് ഇതൊന്നും ഭരണഘടനാ സ്ഥാപനങ്ങൾ അല്ല.
1950 മുതൽ 2014 വരെ 12 പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കി. 2014 പ്രവർത്തനം അവസാനിപ്പിച്ചു. അതൊക്കെ കറക്റ്റാണ്. ഇവിടെ ബി ആണ് ഭരണഘടനാ സ്ഥാപനമായിരുന്നു എന്നുള്ളതാണ് ഇവിടെ കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരുന്നത്. അത് തെറ്റാണ്, ഭരണഘടനാ സ്ഥാപനമല്ല. നീതി ആയോഗ് നിലവിൽ വന്നത് പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്നു. നീതി ആയോഗ് 2015 ജാനുവരി 1 മാസവും ഡേറ്റും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചു പഠിക്കുക. ഒന്നാം പഞ്ചവത്സര പദ്ധതി ഏത് മോഡലിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്? ഒന്നാം പഞ്ചവത്സര പദ്ധതി അതിനെ HD ആയിരുന്നു അല്ലേ, ഒരു HD ഫോർമാറ്റ് ആയിരുന്നു, കുറച്ചില്ല. ഹെറോൾഡ് ഡോമർ മോഡലാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി. ആണ് ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. 2024 ലോക വ്യാപാര സംഘടനയുടെ മിനിസ്റ്റീരിയൽ കോൺഫറൻസ് റിലേറ്റഡ്, ഇത് കറണ്ട് അഫയേഴ്സ് എന്ന് ചോദിച്ചിട്ടുള്ളതാണ്, എന്നാലും വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഒക്കെ ഇതുമായിട്ട് എക്കണോമിക്സുമായിട്ട് റിലേറ്റഡ് ആയതുകൊണ്ടാണ് ഈ ചോദ്യം ഉൾപ്പെടുത്തിയത്. UAE ഓപ്ഷൻ ബി ആണ്. 2024 കൂടെ ആയതുകൊണ്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. MS സ്വാമിനാഥൻ. അടുത്തത് സപ്തഋഷി എന്ന പദം ഇന്ത്യയുടെ ഏതുമായി ചേർന്നിരിക്കുന്നു? ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ബഡ്ജറ്റിൽ നമുക്ക് വരുന്നതാണ്. സപ്തഋഷി എന്ന് പറഞ്ഞിട്ട് ഒരു 7 ആശയങ്ങളൊക്കെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. സോ 2023-24 ബഡ്ജറ്റാണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സപ്തഋഷി അതിലത്തെ ആശയങ്ങളിൽ ഉൾപ്പെടാത്തവ ഏത് എന്നുള്ള രീതിയിലൊക്കെ ചോദ്യം ചോദിക്കുന്നുണ്ട്. സോ ബഡ്ജറ്റ് നോക്കണം, നോക്കിപ്പോണം. അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ. പ്ലാനിംഗ് കമ്മീഷൻ 1950 ഭരണഘടനാ സ്ഥാപനമാണ്, അത് തെറ്റാണ് അല്ലേ. സോ റിപ്പീറ്റ് ചെയ്യുന്നു, ഒരു ഉപദേശക സമിതിയാണ്, കറക്റ്റാണ്. നീതി ആയോഗ് നിലവിൽ വന്നത് 2018 അല്ല, 2015. സോ അവിടെ അതും തെറ്റാണ്. ശരിയായവയാണ് ചോദിച്ചേക്കുന്നത്, 1ഉം 3ഉം ആണ് ഇവിടെ ശരിയായിട്ടുള്ളത്. ഓക്കെ, അടുത്ത ചോദ്യം ചേരുംപടി ചേർക്കുക. അപ്പോൾ എക്കണോമിക്സ് നമുക്കറിയാം വെയിറ്റേജ് 5 മാർക്കാണല്ലേ, ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 5 മാർക്കിനാണ് ചോദിക്കുക, അതുകൊണ്ടാണ് ഇത്ര അധികം ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, ഹരിത വിപ്ലവം എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഭക്ഷ്യോൽപാദനം, പഴം പച്ചക്കറി ഉൽപാദനമായിട്ട് തെറ്റിപ്പോവരുത്. പഴം പച്ചക്കറി എന്ന് പറയുമ്പോൾ ഏതാണ്? അത് സുവർണ വിപ്ലവമാണ് കേട്ടോ, മാറിപ്പോവരുത്. ധവള വിപ്ലവം ഏതാണ്? ധവള വിപ്ലവം പാൽ ഉൽപാദനമാണ്. നീല വിപ്ലവം മത്സ്യ ഉൽപാദനമാണ്. മഞ്ഞ വിപ്ലവമാണ് എണ്ണക്കുരു ഉൽപാദനം. സുവർണ വിപ്ലവം പഴം പച്ചക്കറി ഉൽപാദനം. ഭക്ഷ്യോൽപാദനമാണ് ഹരിത വിപ്ലവം. സോ ഇവിടെ ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ശക്തികാന്ത ദാസ് എന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ. SCERT വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുള്ളതാണ്. സാമ്പത്തിക വളർച്ച, സ്വാശ്രയത്വം, ആധുനികവൽക്കരണം. 4 എണ്ണമാണുള്ളത്, അതിൽ 3 എണ്ണം ഇവിടെ തന്നിട്ടുണ്ട്, ഒരെണ്ണം കൂടി ഉണ്ട് അല്ലേ, അതേതാണ്? തുല്യതയാണ് അല്ലേ, തുല്യത. സോ ഇവിടെ കയറ്റുമതി എന്നുള്ളതില്ല, 1, 2, 3 ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം 23-24 ഇന്ത്യൻ ബഡ്ജറ്റിൽ ബഡ്ജറ്റ് റിപ്പീറ്റ് ചെയ്യുന്നു. അമൃതകാൽ എന്ന പേരിൽ 7 മുൻഗണനകൾ, ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സപ്തഋഷി എന്നൊക്കെ പറയുന്നത്. അതിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഹരിത വളർച്ച, അടിസ്ഥാന വികസനവും നിക്ഷേപവും, യുവശക്തി, ഇത് 3ഉം ഉൾപ്പെടുന്നുണ്ട്. വിവരാവകാശം ഉൾപ്പെടുന്നില്ല. സോ ഇതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നീതി ആയോഗിനെ സംബന്ധിച്ച് പ്രസ്താവന ശരിയായത്. ആസൂത്രണത്തിന് വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് പകരം നിലവിൽ വന്നു. നീതി ആയോഗിന്റെ ആദ്യ അധ്യക്ഷൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ്. 2015 ജാനുവരി 1 നിലവിൽ വന്നു. നീതി ആയോഗിന്റെ ആസ്ഥാനം ഡൽഹിയാണ്. എല്ലാം കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. ഇവിടെ എന്താണ് അപ്പോൾ കറക്റ്റ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. നീതി ആയോഗിന്റെ ആസ്ഥാനം എവിടെയാണ്? ഡൽഹിയാണ്, തെറ്റിക്കരുത്. ആത്മനിർഭർ ഭാരത് അതും ബഡ്ജറ്റുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത്. 2020 മെയ് 12 പ്രഖ്യാപിച്ചു. ഇന്ത്യയുടെ GDPയുടെ 10% വരുന്ന പദ്ധതി കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലം, അടിസ്ഥാന വികസന പദ്ധതികൾക്ക് വേണ്ടി മാത്രമുള്ളത്. അതാണ് ഇവിടെ മിസ്റ്റേക്ക്, മാത്രമുള്ളതല്ല. സോ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിനകത്ത്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരുന്നത്. താഴെ തന്നിരിക്കുന്നവ ചേരുംപടി ചേർക്കുക. GST ബിൽ, GST എന്നാണ് 2017. 1 എന്നുള്ളത് സി ആണ്. ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചത് കറക്റ്റായിട്ടാണ് മാച്ച് ചെയ്തേക്കുന്നത്. ആസൂത്രണ കമ്മീഷൻ 1950 മാർച്ച് 15. 2 ബി ആണ് വരുന്നത്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം 2005 ഓഗസ്റ്റ് 23. ഒന്നാം പഞ്ചവത്സര പദ്ധതി 1951. അപ്പോൾ ഇവിടെ ഏതാണ്? സോ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് അല്ലേ. ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ട് മാച്ച് ചെയ്തേക്കുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ നബാർഡുമായി ബന്ധമില്ലാത്തത് ഏത്? കാർഷിക വികസനവും ഗ്രാമീണ വികസനവും. 1980 ജൂലൈ 12 സ്ഥാപിതമായി. 1980 അല്ല, 82 ആണ്. ആസ്ഥാനം മുംബൈ ആണ്. ശിവരാമൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരം. അതൊക്കെ കറക്റ്റാണ്. സോ ഇതാണ് ഇവിടെ
തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഇന്ത്യയിൽ 1991 മുതൽ നടപ്പിലാക്കിയ സാമ്പത്തിക പരിഷ്കാരങ്ങളിൽ പെടാത്തത് ഭൂപരിഷ്കരണം, LPG ആണ് അല്ലേ, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ, അഥവാ സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം, ഉദാരവൽക്കരണം. അടുത്ത ചോദ്യം ചേരുംപടി ചേർക്കുക. വീണ്ടും ബഡ്ജറ്റിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. ഇത് നോക്കി പോകേണ്ട ഒരു ഏരിയ ആണ്. പ്രതിരോധം 8%. 1 C ആണ്. സബ്സിഡികൾ, പെൻഷനുകൾ, പലിശ തിരിച്ചടവ് എന്താണ്? 20%. സോ ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റായിട്ട് മാച്ച് ചെയ്തേക്കുന്നത്. സോ ഇവിടെ പ്രതിരോധത്തിന് 8%, 2 സബ്സിഡികൾക്ക് 7%, പെൻഷന് 4%, പലിശ തിരിച്ചടവ് 20%. അടുത്തത് ഭാരതീയ റിസർവ് ബാങ്കിനെ സംബന്ധിച്ച് പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. 35 സ്ഥാപിതമായി. അപ്പം ഇവിടെ നമ്മൾ നേരത്തെ വായിച്ചില്ല, 1 രൂപ മുതൽ എല്ലാ നോട്ടുകളും പുറത്തിറക്കുന്നു. ഇല്ല, 1 രൂപനെ കുറിച്ചിട്ട് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. അത് പുറത്തിറക്കുന്നത് RBI അല്ല, അത് തെറ്റാണ്. 49 ദേശീയവൽക്കരിച്ചു, ആസ്ഥാനം മുംബൈ ആണ്. ഇതൊക്കെ കറക്റ്റാണ്. 1, 3, 4 ആണ് ഇവിടെ കറക്റ്റായിട്ടുള്ളത്. ഓപ്ഷൻ C ആണ് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. താഴെ തന്നിരിക്കുന്നതിൽ ഇന്ത്യയുടെ പ്രധാന ധാതുക്കളെ ലോകത്തിലെ അവയുടെ ഉൽപ്പാദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശരിയായ ക്രമം ഏതാണെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം. സോ ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് അബ്രം, കൽക്കരി, ഇരുമ്പയിര്, മാംഗനീസ്. ഓപ്ഷൻ C ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് ശരിയായവ. ആസൂത്രണ കമ്മീഷൻ 1950. 1-ാം പഞ്ചവത്സര പദ്ധതി കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകി. കറക്റ്റാണ്. ഇപ്പോൾ 14-ാമത് പഞ്ചവത്സര പദ്ധതിയാണ് നടക്കുന്നത്. ഇപ്പം എന്തെങ്കിലും പഞ്ചവത്സര പദ്ധതി നടക്കുന്നുണ്ടോ? ഇന്ത്യയുടെ കാര്യമാണ് ചോദിക്കുന്നത്. നടക്കുന്നില്ല. 12 പഞ്ചവത്സര പദ്ധതിയാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം പ്ലാനിംഗ് കമ്മീഷനൊക്കെ മാറ്റി നീതി ആയോഗൊക്കെ വന്നല്ലേ. ഇപ്പോൾ പഞ്ചവത്സര പദ്ധതി ഇല്ല. സോ ഇത് തെറ്റാണ്. സമത്വം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമാണ്. അതും ശരിയാണ്. അപ്പോൾ ശരിയായവയാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. 1, 2, 3 എന്നുള്ളതാണ്. 1, 2, 4 എന്നുള്ളതാണ് ഇവിടെ കറക്റ്റായിട്ടുള്ളത്. സോ ഓപ്ഷൻ C ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഇന്ത്യൻ ഹരിത വിപ്ലവവുമായി ബന്ധമില്ലാത്തത് MS സ്വാമിനാഥൻ, വൈവിധ്യമാർന്ന വിളകൾ സുബ്രഹ്മണ്യൻ, ഡോക്ടർ വർഗീസ് കുര്യൻ ധവള വിപ്ലവവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. റാബി വിളകൾ വിളവെടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഏപ്രിൽ മുതൽ മെയ് വരെ. ഓപ്ഷൻ C ആണ് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, മധ്യപ്രദേശിലെ പന്ന ഖനികൾ എന്തിൻ്റെ ഉൽപ്പാദനത്തിലാണ് പ്രസിദ്ധം? വജ്രത്തിൻ്റെയാണ് അല്ലേ, വജ്രത്തിൻ്റെയാണ്. അടുത്തത്, സർബതി സൊറോണോ എന്ന ഗോതമ്പിനം വികസിപ്പിച്ച കൃഷി ശാസ്ത്രജ്ഞൻ ഡോക്ടർ MS സ്വാമിനാഥൻ. ഹരിത വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഡോക്ടർ MS സ്വാമിനാഥനാണ് സർബതി സൊറോണോ എന്ന ഗോതമ്പിനം വികസിപ്പിച്ചെടുത്തത്. നീതി ആയോഗിൻ്റെ ആസ്ഥാനം എവിടെയാണ്? നീതി ആയോഗിൻ്റെ ന്യൂഡൽഹിയിലാണ്. പുകയില ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ഏക ജില്ല? ഓപ്ഷൻ C കാസർഗോഡ്. ലോകബാങ്കിൻ്റെ ലോജിസ്റ്റിക് പെർഫോമൻസ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം. സോ ഇത് ഈ അടുത്ത് വന്നിട്ടുള്ള എക്സാമിനും 2024 എക്സാമിനും ചോദിച്ചിട്ടുള്ളത് കൊണ്ട് ഓർത്തിരിക്കുക. 38-ാം സ്ഥാനമാണ് 2023 ലോജിസ്റ്റിക് പെർഫോമൻസ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം. നീതി ആയോഗിൻ്റെ ആദ്യത്തെ വൈസ് ചെയർമാൻ ആരാണ്? ഓപ്ഷൻ B അരവിന്ദ് പനഗരിയ ആണ്. പ്ലാനിംഗ് കമ്മീഷൻ എന്നാണ് സ്ഥാപിക്കപ്പെട്ടത്? മാർച്ച് 15, 1950. ആഗോളവൽക്കരണം ത്വരിതപ്പെടുത്തുന്ന സംഘടന. ഈ അതേ സ്റ്റേറ്റ്മെൻറ്റ് SCERT-യിലുള്ളതാണ്. ലോക വ്യാപാര സംഘടന, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. അമൃതകാലം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമൃതകാലം ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കാർവേ കമ്മിറ്റി ഇന്ത്യയിലെ ഏതു മേഖലയുമായി ചേർന്നിരിക്കുന്നു? ചെറുകിട വ്യവസായവുമായി ചേർന്നിരിക്കുന്നു. നീലവിപ്ലവം നീലവെള്ളം മത്സ്യബന്ധനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ചോദ്യം, ഹരിത വിപ്ലവത്തിൻ്റെ ഏഷ്യൻ ഭവനം ഫിലിപ്പീൻസ് ആണ്. പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഇവയെല്ലാം. ഓപ്പറേഷൻ ഫ്ലഡ് എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ക്ഷീരവികസനം, പാലുൽപാദനമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഇനി ഇത് ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡിഗ്രി ലെവലിൽ ചോദിച്ച ചോദ്യമാണ്. കോവിഡ് മഹാമാരി കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരിയായവ? കുറച്ച് ടഫായിട്ടുള്ള ചോദ്യമാണ്. കൃഷിയും അനുബന്ധ മേഖലകളെയും മഹാമാരി കുറഞ്ഞ തോതിൽ മാത്രം ബാധിച്ചിരിക്കുന്നു. ഇത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്.
ഇന്ത്യയുടെ പേയ്മെൻറ്റ് ബാലൻസ് മിച്ചമായി തന്നെ തുടരുന്നു. ഇതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സപ്ലൈ സൈഡ് പരിഷ്കാരങ്ങളെ ആശ്രയിക്കുന്നതിന് പകരം ഡിമാൻഡ് മാനേജ്മെൻറ്റിന് ഊന്നൽ നിൽക്കുന്നതായിരുന്നു ഇന്ത്യയുടെ പ്രതികരണം. ഇത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ യഥാർത്ഥ GDP വിപുലീകരണത്തിന് സാക്ഷ്യം വഹിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതും കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആണ്. സോ ഇവിടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഡിഗ്രി ലെവൽ വരുമ്പോൾ ടഫ്നെസ് കൂടുന്നുണ്ട്. 2022-23 ഏറ്റവും വലിയ വരുമാന ഇനം. അപ്പോൾ ബഡ്ജറ്റൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതാണ് ഏറ്റവും വരുമാനം? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വരുമാനം കടം വാങ്ങലും മറ്റ് ബാധ്യതകളുമാണ് അല്ലേ? ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടറാണ്. ഓപ്ഷൻ ഡി ആണ് ഏറ്റവും കൂടുതൽ വരുമാനം കടം വാങ്ങിയിട്ടാണ് പൈസ ഉണ്ടാക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് നീതി ആയോഗിൻ്റെ ലക്ഷ്യമല്ലാത്തത്? ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യം. സഹകരണ ഫെഡറലിസം വളർത്താൻ കേന്ദ്ര തലത്തിൽ വിശ്വസനീയമായ പദ്ധതികൾ രൂപീകരിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ വികസിപ്പിക്കുക. കേന്ദ്ര തലത്തിൽ അല്ല, ഗ്രാമീണ തലത്തിൽ ആണ്. തന്ത്രപരവും ദീർഘകാലവുമായ നയവും പ്രോഗ്രാം ചട്ടക്കൂടുകളും അറിവ് നവീകരണം സംരംഭക പിന്തുണ സംവിധാനം എന്നിവ സൃഷ്ടിക്കാൻ. അപ്പോൾ നമ്മൾ വെറുതെ ലക്ഷ്യങ്ങൾ വായിച്ചു പോയിട്ടുണ്ടെങ്കിൽ എല്ലാം ശരിയായിട്ടൊക്കെ തോന്നും നമുക്ക് എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ. അത് റിപ്പീറ്റഡ്ലി ചോദിച്ചിരിക്കുന്നത് കൊണ്ട് ഒഫീഷ്യൽ സൈറ്റിൽ തന്നെ പഠിക്കുക. ഇവിടെ തെറ്റ് ആണ് ചോദിച്ചേക്കുന്നത്, ലക്ഷ്യമല്ലാത്തത്. ഓപ്ഷൻ ബി ആണ് ലക്ഷ്യമല്ലാത്തത്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇതെന്ന് നിങ്ങൾക്കിത് കണ്ട് നോക്കുമ്പോൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ഇതിന് പിന്നിൽ എഫേർട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായമൊക്കെ കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ഇനിയും വരാനുള്ള എനിക്കുള്ള ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്കാണ്, നിങ്ങളുടെ കമൻസും നിങ്ങളുടെ ലൈക്കൊക്കെയാണ്. സോ അതൊക്കെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ PDF കുറേ പേര് ചോദിക്കുന്നുണ്ട്. PDF മാർക്ക്ഡ് PDF കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മാർക്ക്ഡ് PDF എൻ്റെ കയ്യിൽ ഇല്ലാന്ന് തോന്നുന്നു. അപ്പോൾ ഉള്ളത് മാർക്ക്ഡ് PDF-ഉം ഇല്ലാത്തത് മാർക്ക് ചെയ്യാത്ത PDF ആണെങ്കിലും നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഏറ്റവും പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്യും. സോ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക, എന്നിട്ട് തന്നെ അത് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അതിൽ പോയിട്ട് മാർക്ക്ഡ് PDF തരാണ്ടിരിക്കുകയാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ നിങ്ങൾക്ക് തന്നെ ആൻസർ ചെയ്യാൻ പറ്റണം, എന്നാലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണൊക്കെ ഇനേബിൾ ചെയ്യുക, അതൊക്കെ നിങ്ങൾക്ക് അറിയാം. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ ഗുഡ് ഡേ.